അപ്പോൾ ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഗത്തിയിലെ 3ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ സ്കൈ ഡൈവ് പിന്നെ സ്കൈ ഡൈവ് പറയാൻ പോവുകയാണ്. ഞാൻ സംഭവം നമ്മൾ സ്കൂബ ഡൈവ് ആണ് ചെയ്തത്. എനിക്കാണെങ്കിൽ അറിയാതെ സ്കൈ ഡൈവ് വരും, സോറി ഗൈസ്. അപ്പോൾ ഇന്നലെ സ്കൂബ ഡൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ബോട്ടിൽ ഒരു റൈഡ് പോയി. പിന്നെ ഏത് ഐലൻഡ് നമ്മൾ പോയി കണ്ട്? കൽപ്പത്തി ഐലൻഡ് പോയി കണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നോർക്ലിങ്ങും പിന്നെ കയാക്കിങ്ങും അല്ലേ? ഫസ്റ്റ് സ്നോർക്ലിങ് അല്ലേ പറഞ്ഞേ? ഫസ്റ്റ് കയാക്കിങ്ങാ? ഓക്കെ. അപ്പോൾ ആദ്യം കയാക്കിങ്ങും അതിന് ശേഷം സ്നോർക്ലിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും നജ്മിയും വണ്ടിയുമുണ്ട്. മുന്നിൽ നമ്മുടെ കപ്പിൾസ് ഉണ്ട്, പിന്നെ നമ്മളെ കണ്ണൂർക്കാരനുണ്ട്, നമ്മളെ ചെക്കൻ ലക്ഷദ്വീപിൻ്റെ മുത്ത് ലുക്കുണ്ട്. ലുക്കിൻ്റെ നേതൃത്വത്തിൽ ലുക്കാണ് ഇന്നത്തെ സ്നോർക്ലിങ് മാസ്റ്റർ എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ശ്വാസം പിടിച്ച് നിന്നോളി. ഞാൻ ലുക്കിനോട് ചോദിച്ചു സ്നോർക്ലിങ് ഒഴിവാക്കിയാൽ എന്തെങ്കിലും ഇല്ല കേട്ടോ, ലുക്ക് എക്സ്പേർട്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പോയോക്കട്ടെ. സംഗതി അടിപൊളിയായിക്കാരം എന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയൊക്കെ പോകണം നോക്കുക, ലുക്ക് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നില്ലേ? ഉച്ചക്ക് നമ്മൾ ഫിഷിങ്ങിനും പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ഒരു അടിപൊളി ദിവസമായിക്കാരം. ഇന്നായിരിക്കും നമ്മളെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ അല്ലേ? നാളെ രാവിലെ നമ്മൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും നമുക്ക് പോയേക്കാം, ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, എന്നാലേ വീ പിടിച്ചൊന്നോളി. കയാക്കിങ് ലുക്കുമാൻ്റെ നേതൃത്വത്തിലാണെന്ന് അറിഞ്ഞു. ലുക്കുമാനാണ് മെയിൻ. ലുക്കുമാനെ പേടിച്ചേണ്ടി വരുമോ? ഇയ്യാ ലീഡാണ്? എൻ്റെ ലീഡിങ്ങിലാ? അടച്ചോനെ റബ്ബേ. വള്ളത്തിൽ ചാടുവോ? വള്ളത്തേക്ക് കൊഞ്ഞാടാൻ സാധ്യത ഉണ്ടോ? എന്തിനാ ലൈഫ് ജാക്കറ്റ്? വേണം. വെയിലോ? അത് വിഷയാക്കണ്ട. ഓളാക്കാം ഒരു 10 റുപ്യേൻ്റെ പോയിന്റ്. തണൽ നോക്കിയാണ് എവിടെയെങ്കിലും ചാടാന്നൊക്കെ. കടലിലൊരു ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട് എനിക്ക്. അതിൻ്റെ അടിയിൽ ഒരു കയാക്കിങ്. ലുക്ക് പ്രൊഫഷണൽ ലുക്കിൽ കേട്ടോ. ഇതാണ് നമുക്ക് പോകാനുള്ള കയാക്കിങ് ബോട്ട്സ്. ഏതായാലും റെഡി ആട്ടെ. ഓൻ ബലിയാടെ. എനിക്ക് എന്തെങ്കിലും ലാസ്റ്റ് ആഗ്രഹങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക്. ജാക്കറ്റ് 2 എണ്ണമാണ് ഇട്ടോ. ലുക്കുമാരപ്പാണ് ഇറങ്ങണേ. ജാക്കറ്റ് വേണേ 2 എണ്ണം ഇട്ടു. ഇതില് പഞ്ഞൊക്കെ കുറവാട്ടോ. ഇത് പൊന്തി വരണ്ടേ? പഞ്ഞ് കുറവാ. നമ്മള് 2 ടീമും ബാക്കിൽ ലുക്കുമാരുടെ ലീഡിലാണ് ബാക്കിൽ. ആദ്യം ചുട്ടമ്മ കാട്ടിക്കൊണ്ടായിരുന്നു. നോക്കട്ടെട്ടാ എങ്ങനെ ഉണ്ടാവും നോക്കാം പരിപാടി. നമുക്ക് ചെക്കന്മാർ പോട്ടെ ആദ്യം. ബ്യൂട്ടി ലുക്കുമാൻ തുഴഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അല്ലാ, ഒന്നായിട്ട് അങ്ങോട്ട് പോകണ്ടേ? അല്ലാ, പോണോക്ക്. ഇതിപ്പോൾ നമ്മൾ പെയറായി പോയാൽ എവിടെയെങ്കിലും മുങ്ങേണ്ടി വരും. സുബ്ഹാനേ. എടാ ഇനി തിരിച്ചു പോരി. മതി ഇങ്ങോട്ട് പോരി. വല്ലാതെ പോകണ്ട. ലുക്കുമാ ഡിസ്ക് എങ്ങാണ്ട് അന്തങ്ങാമി ആ പോണ് തെരൻ്റെ അടുത്തേക്കൊക്കെ. വല്ലാത്തൊരു. എന്നാ ഇനി പോരി. തിരിച്ചാള്. ഞമ്മക്ക് ഇത്ര പോകണ്ടോ? ഒരു ഏതായാലും പോയി വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. നജ്മസോർ കയാക്കി ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. സിംഗിളാ? ഞാനും ആയിക്കോട്ടെ. ഇത് തുഴഞ്ഞിട്ടും പോകണില്ലല്ലോ. അറിയാം എന്താണ് ഒരുമിച്ച് എന്ത് ചെയ്യാ? ആടാ പൊട്ടിയ ക്ലിപ്പൊക്കെ കേട്ടോ. തിമ്മേ ക്ലിപ്പില്ല. 2 എണ്ണം മതി. അതെയോ? അടി പോകുന്നില്ല. മതി.
ഭയങ്കര വയറാണല്ലോ, വയറൊക്കെ കുറക്കുന്നുട്ടാ. ജാക്കറ്റ് ഇടാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നല്ല അടിയാ. ഗാന നല്ല ഗാനയാണ്. എന്താ അറിയോ, 2-3 ദിവസം കൂടി ഇത് തിന്നാൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി നടക്കൂല. ഇതെന്തൊരു വാലൊക്കെ ഉണ്ട് ഇതിന്. അടച്ചോനെ എന്താ കടലിലൊരു കയാക്കിങ് പുഴയിലൊക്കെ ചെയ്തു. കടലിൽ ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. ഇതിങ്ങനെ ഇത് സംഭവം എന്താ അറിയോ, എനിക്കിത് വൻ നഷ്ടാണ്. ഓള് വെറുതെ ഓസിക്ക് ഇങ്ങനെ കുത്തിരിക്ക ഒരു സാധനം കൊണ്ട്. അത് പോന്ന ഓള് തൊയണൊന്നുമില്ല. ഞാൻ പൊട്ടം ആ സാധനം എടുത്തിട്ട് പോര്, സ്റ്റിക്ക് എടുത്ത് പോര്. ആദ്യം സ്വന്തം കടി നാക്കുക. പ്രശ്നം എന്താ അറിയോ, ഓള് തൊയണില്ല. ഞാൻ പൊട്ടന, ഞാൻ കൊഴങ്ങി. ഒരു തുള്ളി തൊയണില്ലേ. രണ്ട് മടിയത്തിമാരെന്ത് ചെയ്യാ, ഒന്നിനും ഒന്നിന് പോവാ. അതായത് ഇബളിയും ഒരുമിച്ച് വിട്ടാല് പിന്നെ ഇങ്ങോട്ട് വരലുണ്ടാവില്ല. തൊഴഞ്ഞാണ്ട് തിരമാല എന്തേലും കൊണ്ടുവരേണ്ടി വരും. തിരമാല കൊണ്ടുവന്നാലും എത്തുണ്ടാവും, അല്ലെങ്കിൽ എത്തൂല. ഇത് ഞമ്മള് പൊട്ടന്മാരാകാണ്. ഇവൾ തൊഴണില്ലേ. ഞാൻ കൊഴങ്ങി. ഇനിയില്ലേ, ഇനി അടുത്ത പരിപാടി ഞാൻ കൊഴങ്ങി. ഫുൾ എനർജി പോയി തൊഴഞ്ഞാണ്ട്. ഏയ് എനിക്ക് ഒന്നുകൂടി പോണല്ലേ ഇനി അമ്മേച്ചന്നെ. പോയിട്ടോ, രണ്ടാമത്തെ വട്ടം വന്നാണ്ട് പോയി. ഈ കുത്തിരിക്കണ മുതലുണ്ടല്ലേ, ഇവളെ പകരം ഈ തോണിയിൽ ഒരു വെട്ടല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസ് എങ്കിലും ഉണ്ടാവും. തൊയയിൽ പോട്ടെ, തൊയനെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണില്ല. അറ്റ്ലീസ്റ്റ് ഇരുത്തെങ്കിലും മര്യാദയ്ക്ക് ഇരുന്നിണെങ്കിൽ ഒന്ന് ഉഷാറായി പോയതേന്. ഏതായാലും പിലായി പറഞ്ഞ് നമ്മളെ വെള്ളത്തിൽ ഒഴിച്ചടിച്ച് ഓളെ ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ ചാടി, ഞാൻ മുങ്ങി. അടിപൊളി, സൂപ്പർ. അപ്പൊ
ഇനി അടുത്ത പരിപാടി പിടിച്ചോളോ. അടുത്ത പരിപാടി സ്നോർക്ലിംഗ് ആണ്. അപ്പൊ ഞാൻ ആ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് സ്നോർക്ലിംഗ് കേട്ടോ. കയാക്കിങ്ങിൽ മുങ്ങൂല എന്നൊക്കെ പറഞ്ഞാണ്ട് ലുക്കുമാന്റെ കോലം നോക്കിയാലേ ലുക്കുമാ മുക്കി നമ്മളെ മുക്കി. ഇനിയിപ്പോള് സ്നോർക്ലിങ്ങിന് പോകാന്ന് പറഞ്ഞേ. അപ്പം ഇനി സ്നോർക്ലിങ്ങിന് പോയ കേട്ടോ. എന്താവുന്നില്ല നമുക്ക് കണ്ടറിയാം. നോക്കിയേ നജ്മ, അതിൽ ഓക്സിജൻ സിലിണ്ടർ ഒന്നും ഇല്ല കേട്ടോ ഈ പരിപാടിക്ക്. ഒരു കോയലുണ്ട്, ഒരു 50 PVC കോയൽ. ഇതിൽ കൂടെ ശ്വാസം എടുക്കണം പറഞ്ഞു. തിര വരുമ്പോൾ മേലേക്ക് പൊന്തും വേണം. എന്തായാലും ഉപ്പും വെള്ളം ഒന്നും കുടിച്ചാ. സ്കൂബ ഡൈവിൽ വെള്ളം കുടിച്ചില്ലേ, അതേമാതിരി ഇന്നും നല്ലോണം വെള്ളം കുടിച്ചോണ്ടി കേട്ടോ. കണ്ടറിയാം കേട്ടോ. നോക്കാം നമുക്ക്. ഏതായാലും നജ്മ ഇറങ്ങാണ്. ഇല്ല അതില്ലേ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മൊത്തത്തിലൊന്ന് മാറും. കുഴപ്പമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നജ്മ തിരിച്ചു വരുമ്പോൾ 1 ലിറ്റർ വെള്ളം കുടിച്ചു വരും. കാരണം സ്കൂബ ഡൈവിന് പോയി കണ്ട് തന്നെ കുറേ വെള്ളം കുടിച്ചാൽ വന്ന്, എന്നിട്ടാണ് ഈ 5 റുപ്യൻ്റെ പൈപ്പ് പോത്തിട്ട് പോണത്. ഏതായാലും വിറ്റേ കയറാം. പിന്നെ ഇപ്പം തന്നെ ഇടണ്ടേ, വെള്ളത്തിൽ പോയിട്ട് ഇട്ടിട്ട് തരും. ഇത് നല്ല ഡിസ്ക്, ഇത് ഇപ്പം തന്നെ ഇടണോ? ആദ്യം തന്നെ ഇവിടെ ഒന്ന് കൊണ്ടുപോകും. ഡിസ്കാ എന്നാ പോയിക്കോ. ഇപ്പം തന്നെ കുഴഞ്ഞു വരല്ലേ. പോകുന്നുണ്ട്, അന്തം മുട്ടുന്നുണ്ട്, അന്തം കമ്മിയങ്ങാണ്ട്. നജ്മ സ്രാങ്ക് ചത്തടക്കണവര് ചത്തടക്കണ്ട വെള്ളത്തിൽ. എന്തെങ്കിലും കാണുന്നുണ്ടോ അറിയില്ല. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? അത്യാവശ്യം വെള്ളം കയറിയില്ലേ? വെള്ളം നല്ല കുടിച്ചില്ലേ? ഹാപ്പി അല്ലേ? വെള്ളം നല്ല കുടിച്ചില്ലേ? നല്ല വെള്ളം കുടിച്ചില്ലേ? കാര്യം പറയും. അതിനെന്താ പറ്റി കാട്ടി? കണ്ണും തുറന്ന് കാട്ടി കണ്ട ചിരിച്ചാവും. ആണ് വീഡിയോയിൽ കുടുങ്ങിയില്ല. അന്നെ കൊണ്ട് കൂട്ടിയെ കുടിച്ച് തോന്നുള്ള. ഞാൻ പോണോ ആദ്യം? സ്നോർക്ലിംഗ് മാസ്റ്റർ അവൻ്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു ഡിസ്കിനെ കണ്ടിട്ടില്ലായിരുന്നു. ഇങ്ങനൊരു ക്ലയൻറ്റിനെ ഇതിന് മുമ്പ് ഡീൽ ചെയ്തിക്കണോ? ഇങ്ങനൊരു ക്ലയൻറ്റിനെ മുമ്പ് ഡീൽ ചെയ്തിക്കണോ? ഒന്നും പറയണില്ല. നജ്മ വാ പോവുക. അപ്പൊ ശരി, ഞാൻ പോകണ ഒറ്റ ചാട്ടം. ചെങ്കോലി ഇടണ മാതിരി കടലിലൊരു വിടല. അതാകെ കോയൽ കൂടെ വെള്ളം കയറി തൊള്ളിക്കൊക്കെ ഉപ്പും വെള്ളം ഡിസ്ക്. അപ്പൊ നജ്മക്ക് നാക്ക് കിട്ടി. വള്ളത്തിൽ ചത്ത് കിടന്ന് കണ്ട് താഴത്ത് നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ലുക്കോ ഇനി പൊന്തിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടോ ചോദിച്ചു നോക്ക്. ചിലപ്പോ ഡിസ്ക് ആയിങ്ങാണ്ട് മരക്കം മറിയാൻ നോക്കിയേക്കാരം ഒന്നും കാണണ്ടാവില്ല. വെള്ളത്തിൽ പൊന്തി കിടക്കണ്ടേ. ഏതായാലും എന്തൊക്കെ കാണുമോ എന്തോ. ഓള് വെള്ളത്തേക്ക് ഇറങ്ങിപ്പോയി. നീന്താനൊക്കെ നോക്കുന്നുണ്ട്. നീന്താനൊന്നും അറിയില്ലെങ്കിലും നമുക്ക് കാരക്കൊന്നും ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ടോ? ഫുൾ ഫാമിലി ആയിട്ട്. പേര് സ്കൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഡിസ്ക് ഒന്നുകൂടി കയാക്കിങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇനി പോള് പോയി തരട്ടെ. അല്ലോ അങ്ങനെ പോകുന്നുണ്ട്. എവിടെ എത്തിക്കണാവോ? പടച്ചോര് അങ്ങനെ കടക്കിടക്കടേ വള്ളത്തിൽ. എന്തെങ്കിലും കണ്ടുക്കണാവോ? എന്തായാലും കണ്ടാ മതി. ഇതങ്ങനെ പൊങ്ങുമാരി ഒരു ടീം ഇവിടെ കാലിക്കറ്റ് കപ്പിൾസ് വള്ളത്തിൽ പൊങ്ങിട്ട മാതിരി കിടക്കുന്നുണ്ട്. ഇവര് പോയി വന്നിട്ടാണ് ഞമ്മക്ക് പോകാൻ. ഏതായാലും പോയി വന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വെച്ച് നോക്കാം. അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നജ്മ ഇവിടേക്ക് എത്തിയാൽ മതി. റബ്ബേ സൂപ്പറാ. നീ കയറി വാ. എന്തായാലും കണ്ടോ ജി? അത് കണ്ടോ? സൂപ്പറേനി. അങ്ങോട്ട് പോര്. അങ്ങോട്ട് വാടോ. വിളിച്ചോ? കുഴപ്പമൊന്നുമില്ല. അവിടെ വെള്ളത്തിൽ കളിച്ചോളി. ഞാൻ ഈ സാധനം ചെയ്യാൻ പോട്ടെ.
സ്നോർക്ലിംഗ്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് കിലാഞ്ചി. ഇതും ദ്വീപിന്റെ സ്പെഷ്യലാട്ടോ. കഴിച്ചോക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടും നോക്ക്. നൈസാണ്. എനിക്കല്ല ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമാണ്. ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാ ഞാൻ തിന്നട്ടോ. വണ്ടി പറപ്പിച്ചു കൂടാണ് നേജുമ. അതൊക്കെ പോയാൽ മതി, പറപ്പിച്ചണ്ട ചെയ്. കാറ്റിൻ്റെ ഒപ്പം പോകും നമ്മള്, പേരും കാറ്റാണ്. അപ്പൊ നമ്മള് മീൻ പിടിച്ചാൻ പോകുക കേട്ടോ. അടുത്തത് മീൻ പിടുത്താണ്. നമ്മള് ലുക്കുവിന്റെ നേതൃത്വത്തിൽ കടലിലേക്ക് പോവുകയാണ് ഇൻഷാ അള്ളാ. ആണ്ട ജെറ്റ്സ്കി നോക്ക്, അവിടെ ഒരാൾ ജെറ്റ്സ്കി ഓടിക്കണുണ്ടോ. നൈസ് നൈസ്. അപ്പം നമ്മൾ ലുക്കുവിൻ്റെ ഒപ്പം മീൻ പിടിച്ചാൽ പോയി തരാം. ഓക്കെ, വണ്ടി ശ്രദ്ധിക്കട്ടോ. ഇങ്ങോട്ട് സൈഡ് നിന്ന് കൊടുക്ക്. ഒരു പെണ്ണ പോകണ നമ്മൾ ടീം മുന്നിലുണ്ട്. ചെന്നേരം അന്തം മുട്ട ഹോട്ടലോട്ടണേ. ഒന്ന് പതുക്കെ പോ, ബേക്കിൽ പോയാൽ മതി, ആളെ കണ്ട. വണ്ടിമ കയറിയാണ് പുളിയാണ്. പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. അവിടെ ആളാകണം വണ്ടിമ കയറിയ. ഷിമ്മിണിക്കൂട്, ഏതാ പേര്, നല്ല പേര് ഷിമ്മിണിക്കൂട്. ആ ബിൽഡിങ്ങിന് പേര് ചോദിച്ചേക്ക. ഓ, നമ്മൾ ഇന്നലെ കയറിയില്ലേ, അവിടെ നിന്ന് ഈ കാര്യം പോണേ മിക്കവാറും. ഇന്നലെ നമ്മൾ ഗ്ലാസ് ബോട്ട് പോയില്ലേ, ആ സ്ഥലത്ത് നിന്ന് തന്നെ പോണത്. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ തെങ്ങിന് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിക്കണമെന്ന് ചോദിച്ചിരുന്നു. അത് പുതിയ MP വന്നതിന് ശേഷം വന്ന ചേഞ്ചസ് ആണ് എന്നാണ് ലുക്ക് നമുക്ക് പറഞ്ഞു തന്നത്. പുതിയ MP വന്നതിന് ശേഷം ഒരുപാട് പരിഷ്കാരങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു പരിഷ്കാരമാണ് ഈ പെയിൻ്റ് അടിച്ച് വെക്കൽ. തെങ്ങ് ഫുള്ളില്ല, ഈ റോഡിനോട് ചാരിയിട്ടില്ല, 1-2 ലൈനിലുള്ള തെങ്ങുകളൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചാണ്. അഗത്തി എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടോ. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഫ്ലൈറ്റ് കയറാനുള്ളതാണ്. ഇതാണ് എയർപോർട്ട്. നമ്മൾ ഈ സൈഡിൽ കൂടെ, ആ സൈഡിൽ കൂടെ പോകട്ടോ. പിന്നെ അതിലെ വണ്ടി കൊണ്ടുപോകാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മണലേക്കാരം, കാലിനും കച്ചിനും കുറച്ച് ബലം ഉണ്ടെങ്കിൽ അതിൽ വണ്ടി ഓട്ടാൻ കഴിയുള്ളൂ. ഓക്കെ, എനിക്ക് വേറെ നെജ്മ അന്തങ്ങമ്മയായി മുത്തി പൂക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം അതൊക്കെ പോയാൽ എനിക്ക് പറ്റൂല. എന്താ ലുക്ക് എന്താ അതിൽ പോണേ? അതിൽ വജ്ജുണ്ടല്ലേ, വേറെ നല്ല വജ്ജുണ്ട്. ഇനി നമ്മൾ എന്നിട്ട് വെറുതെ ആ മണൽ കുറേ എല്ലായിടത്തും കൂടെ പോയി. പോകുമോ ഇജ്ജ് കൊണ്ടുവരുമോ? പോകുമോ? പേടിച്ചില്ലേ? എന്നാ കയറിക്കോ, വണ്ടി കയറി. ഇത് നടന്നു തരുമോ? പോവാ. നെജ്മ പേടിച്ചു. ഓഫ് റോഡ് ചെയ്യാൻ നെജ്മക്ക് ധൈര്യമില്ല. ഓഫ് റോഡ് നമ്മളെ കാക്കാരെവിടെ? അവിടെ ഒരു ലക്ഷറി സീറ്റും ലക്ഷറി ബോട്ടും വെക്കണേ. ആക്കെ മിന്നിയോ? ഓക്കെ, നമുക്ക് പോകാനുള്ള ബോട്ട് റെഡിയാണ്. അവിടെ ഒരു സീയും ബോട്ടുണ്ട് കേട്ടോ, നല്ല ഫ്രെയിമാണ് അവിടെ. ഓ, ജെറ്റ്സ്കിമ ഡിസ്ക് ആയി പോണ 2 ആൾക്കാരെ കണ്ടോളി. ജെറ്റ്സ്കി ഡിസ്ക്. ഓൻ്റെ മൈൻഡിൽ ഇപ്പോൾ ധൂമിലെ ജോൺ അബ്രഹാമി കാരം അവിടെ കറക്കി. അപ്പോൾ ഏതായാലും നമ്മൾ ബോട്ട് കയറിയിട്ട് പോകുമ്പോൾ കാണിച്ചു തരാം മീൻ പിടുത്തം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇപ്പം കാട്ടിക്കൂട്ടിൽ 100, ഇനി മീൻ പിടുത്തം എങ്ങനെ ഉണ്ട് നോക്കട്ടെ. സ്കില്ലുണ്ടോയെന്ന് അറിയണം. തൊള്ള 100, സ്കില്ല് എത്ര ഉണ്ട് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ലുക്ക് മീൻ പിടിച്ചാനാ തിന്നാനാ പോയിരുന്നേ. വാ, വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിക്കറ്റ് കളിക്കാരെ ലുക്ക് കഴിക്കണേ. കണ്ണടയൊക്കെ ഇട്ട് സീൻ ലുക്കില്. അല്ല, ഇജ്ജ് തിന്നാനെ മീൻ പിടിച്ചാനാ വരുന്നേ. വരല്ലോ. ഓക്കെ, ഹുസൈൻക താങ്ക് യു. ഹുസൈൻക നമ്മക്ക് ഇങ്ങനെ, ഹുസൈൻക്ക് എങ്ങനെ അറിയോ,
ഹുസൈൻക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ അപ്പോൾ വിളിച്ചും എങ്ങനെ ഓക്കെ അല്ലേ ഉഷാറല്ലേ ഒടുക്കത്തെ ഹോസ്പിറ്റാലിറ്റിയാണ് ഹുസൈൻക്ക് ആരാ വെച്ചാൽ ഹുസൈൻക്കാണ് നമ്മളെ ഇങ്ങോട്ട് ഓളിനോളായിട്ട് ലക്ഷദ്വീപിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കണത് ഓറ ഐൽ ട്രാവൽസ്. അപ്പോൾ ഇങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഹുസൈൻക്ക എന്ന് പറയേണ്ട ആവശ്യമില്ല ഹുസൈൻ ബ്രോനെ കണക്ട് ചെയ്യുക. ഓക്കെ അല്ല കണ്ണാണല്ലോ കേട്ടോ മുത്തേ. ഉച്ചക്ക് ഇറങ്ങിയിട്ട് തോന്നുന്നേ. ഓരോ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. ഒരു കിടക്കാച്ചി മെമ്പേഴ്സാണ്. ഓക്കെ മീൻ പിടിച്ചാൽ പോകല്ല എന്നാ അല്ല ജി ഇങ്ങനെ പോരുന്നേ അങ്ങ് ജെയ്സി എന്നിട്ടൂടേനോ ഷർട്ടൊക്കെ ഇട്ട് എന്നാ ഇനി ബോട്ട് കയറാല്ലേ. ഒരു കുപ്പി വാങ്ങിക്കാം ആ ചെറുക്കാൻ്റെ ലോഡിങ് കാരണോ ഇല്ല കുപ്പിയൊക്കെ ഏറ്റിങ്ങാണ്ട് പോ എന്നാ പോവാ പറപ്പിക്കോ നിനക്ക് പറപ്പിക്കുമെന്ന് അറിയാം ബോട്ട് അടച്ചോനെ റോക്കറ്റ് മാതിരി ബോട്ട് ഇവിടെ അല്ലിട്ട് നിങ്ങള് ഒരു മയത്തിലൊക്കെ പോയാൽ മതി. ബൈ വണ്ണായിട്ട് വണ്ടിക്ക് ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഓരോരുത്തർ വണ്ടിയിൽ ലോഡ് ചെയ്യാൻ പോട്ടെ. ആദ്യം തന്നെ നെജ്മ അന്തംകമ്മി ജെയ്സൺ 99 പോട്ടെ ആക്കണേ. മസ്താങ്ങിന്റെ കുപ്പായിട്ട് അന്തംകമ്മി പോ. പോയിക്കോ അല്ല വെള്ളം ഇറങ്ങുമ്പോ പോയിക്കോണ്ടി അഞ്ഞു പോ. വാ പോട്ടെ അടുത്ത ആള് ബോട്ട് കയറി. മാഷാ അല്ലാഹ് ഞാൻ ഇവിടെ നടുവിലിക്കാം. കാല് കഴിക്കണിന്റെ ഇടയില് വല്ല തിമ്മിങ്ങലോ സ്രാവം ഇജ അങ്ങോട്ട് പോ ഇജ അവിടുന്ന് ഏകിക്കോ. എത്ര അന്തങ്ങമ്മി നെജുമ അന്തങ്ങമ്മി ഞാൻ നിക്കണ സൈഡിൽ തന്നെ വന്നായിട്ട് കാലിടിക്കണം പുറത്തേക്ക്. ഹായ് ഇല്ലടി ഇവിടെ ആ വക്കത്ത് ഇങ്ങനെ മീൻ പിടിച്ചാ അവിടെ നിന്ന് സൈഡിൽ നിന്ന് പോയിരിക്കോ. അവിടെ നിന്ന് വൈഡ് ത്രിബിള് ജെറ്റ് സ്കിം മാറിക്ക് ജെറ്റ് സ്കിം ത്രിബിള് പോണം. മൂട് മീൻ പിടുത്തം ഇത് പൊളിക്കും. മീൻ പിടുത്തം പൊളിക്കും. ഇതിപ്പോ തന്നെ തെറിച്ചൽ തുടങ്ങിട്ടോ. ആദ്യം ഒരു മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ തെറി തുടങ്ങി. ഇത് കുറച്ച് അങ്ങോട്ട് നീങ്ങേ. ഇതിങ്ങനെ കുറച്ച് ഡിസ്കുകള് മോട്ടർ ഇങ്ങോട്ട് ഇങ്ങനെ തെറിപ്പിച്ച് പോകാം. 3 എണ്ണൊക്കെ ഒരന്തമില്ലാതെ 3 എണ്ണൊക്കെ പോകണ്ട്. ഇനി കുറച്ചങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ കടല്. ഒരിടാൻ പോണു കിട്ടു. കോറൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. കാണുന്നൊക്കെ കോറൽസ് ആണ്. നമ്മളിനി ഇവിടെ ബോട്ട് ആൾട്ടാക്കും. അപ്പം ഇവിടെ നിർത്തും. ഇനി എന്താ കാട്ടുക? ഇവിടുന്ന് മീൻ പിടിച്ചു ചൂണ്ടല് ദൂരത്ത് കയറി. ഓക്കെ മീനുണ്ടോ അങ്ങനെ അറിയും. അപ്പോൾ പ്രൊഫഷണലായിട്ട് ലുക്കുമാനോട് ചോദിച്ചു മീനുണ്ടോ എങ്ങനെ അറിയിച്ചു. ചൂണ്ടലിട്ട മീൻ കൊത്തുന്നുണ്ടെങ്കിൽ മീൻ ഉണ്ടാവും, കൊത്തുന്നില്ലെങ്കിൽ മീൻ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഇത് വെറും പ്രൊഫഷണൽ സാധനങ്ങൾ മാത്രം.
അന്നെന്തിനാ പറ്റിയറിജി ക്രീം ഇടാനും ലുക്കിൽ വരാൻ സ്കില്ലില്ല തൊള്ള 100 സ്കില്ല് 0. ഏതായാലും നോക്കി നോക്കട്ടോ നോക്കിയോക്ക നമ്മളെ ചെക്കനുണ്ട് നമ്മളെ കൊണ്ടെടുക്കുന്നത്. ഏതായാലും ബോട്ട് ആൾട്ടാക്കിക്കണ്. കണ്ടമാന കോറൽസ് ഉണ്ട്. ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്ന കോറൽസ് ആട്ടോ. ഇവിടെയും അവിടെയും ഒക്കെ ഉണ്ട്, എല്ലായിടത്തും കൂടി ഉണ്ട്. വലിയ ബോട്ട് ഇതിലെ പോകില്ല എന്നല്ല പറഞ്ഞേ, കോറൽസുമ്പോൾ തട്ടൂല. അപ്പോൾ വലിയ ബോട്ട് പോലെ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞു ബോട്ടിലാണ്. പതുക്കെ ഇതെന്താ മത്തിയോ? എര ചൂണ്ടലിന്റെ അരയല്ലേ? ചൂണ്ടലിന്റെ അര അല്ല, ഇത് മത്തി. ഫ്ലൈയോ? നമ്മളെ എന്താ അതിന്റെ പറയാ ആടാ ഫ്ലൈറ്റ്. വിമാനത്തിന്റെ ഒരു ഫ്ലൈറ്റ്. പറവ എന്ന് പറയും. പറവ. ഓക്കെ. ഫ്ലൈങ് ഫിഷ്. ചിറകുണ്ടല്ലേ? യെസ് ഫ്ലൈ ഫിഷ്. അപ്പൊ അതാണ് നമ്മളെ മീനിന്റെ അരന്ന് ചൂണ്ടൽ മത്തെ. കാക്കുന് പേരെന്തിന്? ഹസൻ കാക്കു. ഹസൻ കാ. ഞാൻ തീർന്നു അല്ലെങ്കിൽ തീർന്നു വിട്ടത്. അത് യുക്കിനാന്ന, പക്ഷെ എല്ലാരും വിളിക്കുന്ന ഇത്താത്ത. ഞങ്ങൾ ഇത്താത്താന്ന് വിളിച്ചാത്ത നമ്മളെ കപ്പിത്താൻ. ഇത്താത്തയും ഹസൻക്ക്. ഞാൻ ഓൾറെഡി തീർന്നു വിട്ടത്. ഇന്നത്തെ വീഡിയോ കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ തീർന്നു. നജിമ ജെയ്സൺ 99 എത്ര പരിപാടി? കടലിൽ വന്ന് ഇങ്ങനെ ഉപ്പും വെള്ളത്തിൽ കളിച്ചിട്ട് കുത്തിരിക്ക. നജിമേന്റെ 10 സെന്റ് ഡൗട്ട്, 1 ലിറ്റർ വെള്ളത്തിൽ എത്ര ഉപ്പ് ഉണ്ടാവുന്ന ചോദിച്ചത്. അപ്പൊ അറിയും. അതെ. ഇതാണ് ചൂണ്ടൽ കേട്ടോ. നമ്മളെ പച്ചക്കറി കട്ട് ചെയ്യണ ബോർഡില്ലേ, ആ ഷേപ്പിൽ ഒരു സാധനം അതിമാണ് ചുറ്റി ഒട്ടച്ചാണ്. മീൻ കൊളത്തുന്നത് ലുക്കോ. ബിസ്മില്ലാ. കൊളത്ത് ലുക്കിനെ കൊളത്തിൽ എങ്ങനെ ഉണ്ടാവും? ലുക്ക് വിസ്മിയൊക്കെ ചൊല്ലിയാണ്ട് കൊളത്തുണ്ട്. നിങ്ങളെ പറ്റി നോക്കില്ലേ? അവിടെ പരത്തി അയിമേ. ആ ഇട് ജിഡ് ലുക്ക് ചൂണ്ടലെറിയട്ടെ. ലുക്കിന്റെ ചൂണ്ടലിടെ ഞങ്ങളുണ്ടോ? ലുക്ക് എറിയാൻ പോകട്ടാ. എറിയുമ്പോ ഇന്റെ മൂത്ത് വന്നിട്ട് പോയിച്ചു. ലുക്കുവിന്റെ പണി ഇതിന് ഇറങ്ങിയായി. പഠിച്ചോനെ റബ്ബേ, ഒരൊറ്റ ആറട്ടോ. പിന്നെ നോക്കുമ്പോ ഇവിടെ മീൻ ഇങ്ങനെ കിടക്കണ്. ലുക്കോ ഇജടെ കുത്തിർന്ന അറിയുന്ന ആൾക്കാർക്ക് ഇല്ല. സാർ അത് മാത്രം കൊത്തുണ്ടോ? കൊത്തുണ്ട്. കൊത്തി 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 പോയി. മീൻപിടുത്തത്തിൽ ക്ഷമ കേട്ടോ മെയിന്.
ഷമാണ് മീൻ. അടുത്ത കയറി ലുക്കോ അടുത്ത കുളത്തുണ്ട്, ബോട്ട് കനടാം. ലുക്ക് എറിഞ്ഞാണ്ടേ ഒരേ കാത്തുക്കല്, അപ്പൊ കൊത്തുമില്ല അനക്കല്ല. അപ്പൊ നോക്കുമ്പോ മീൻ ഇവിടെ. ലുക്ക് വലിച്ചു കയറ്റിയ ഗ്രാഫ് ഒറ്റടിക്ക് പോന്നിട്ടോ, മീനിനെ വലിച്ചു കയറ്റിയാല് ഇപ്പൊ ഇടിഞ്ഞടക്ക ഗ്രാഫ്. ഗ്രാഫ് ഇടിഞ്ഞടക്കാണ് ഇപ്പൊ ലുക്കിന്റെ. ഇപ്പൊ മീൻപിടുത്തത്തിന്റെ മെയിന് ക്ഷമയാണ്, അത് മനസ്സിലാക്കുക. ക്ഷമ വേണം. അപ്പൊ ഞങ്ങൾ ക്ഷമിച്ച് കാത്തുക, എന്നിട്ട് കിട്ടുമ്പോ കട്ട് ചെയ്തിട വീഡിയോ. കിട്ടുമോ നോക്കട്ടെ, ഇതൊക്കെ ഒരു ഭാഗ്യാണ്. പിന്നെ ആകെയുള്ള പ്രതീക്ഷ പറഞ്ഞ ലുക്ക് ഇവിടെ ഉണ്ട്, പ്രൊഫഷണൽ. നമ്മ കാക്കു എറിയുണ്ട്, കാക്കു ഇതൊക്കെ ഇറക്കി എറിയണേ. കറങ്ങി കളഞ്ഞു, എല്ലാരും കറക്കി കളയട്ടോ. ഒത്തിരി ഇങ്ങനെ വിളിച്ചു, മീൻ വിളിച്ചും ശരിക്ക്. അത് വലിച്ചു, മീൻ അങ്ങോട്ട് വലിച്ചു. മീൻ തീറ്റ വലിക്കണ അറിയും. പറഞ്ഞു നെജിമ ഏരട്ടെടുത്തു, ഏരതാക്കണേ, ഇതിലെ പൊന്തി അടക്കണേ. ജയ്സൺ 99, എന്ത് പരിപാടി? ചൂണ്ടിലിടുക. ഇതത്ത അത് ഇങ്ങനെ കുട്ടികൾ തോന്നിട്ട് കളിച്ചാൽ വരെ ഇങ്ങനെ പൊട്ട് കളിച്ചിട്ട് കാര്യമില്ലതേ. അത് ശരി. ലുക്കുനെ മുണ്ടാട്ടൊക്കെ നിന്നുട്ടോ. എന്റെ കൂടെ അതുകൊണ്ട് കുഴപ്പമില്ല. ശരി. അസങ്ക ഇവ അങ്ങനെ എറിയണം. അസങ്ക എറിഞ്ഞ മതി, കറക്കി എറിയ, ലോങ് എറിയണം. നിജമേ എന്താണ് മീൻ പിടിച്ചാല് നമുക്ക് പൊള്ളിക്കാതൊക്കെ, മീൻ കിട്ടിയിട്ടല്ലേ പൊള്ളിക്കലും കറി വെക്കലും പൊരിക്കലൊക്കെ. കിട്ടട്ടെ, കിട്ടി കഴിഞ്ഞിട്ട് ചിന്തിക്കാട്ടോ, ടെൻഷൻ ആവല്ലേ. വന്നുകാണ്ടേ 2 മിനിറ്റ് നിന്നിക്കണേ, 2 മിനിറ്റിൽ മീൻ കിട്ടുന്ന വിചാരിച്ചാണ് റിസ്ക്. ഇത് നല്ല ക്ഷമ വേണം, ക്ഷമയോട് കൂടി ചെയ്യേണ്ട പണിയാണ് മീൻ പിടുത്തം. കോരി പിടിച്ച കടലിൻ്റെ 50 സെന്റ് 20 റുപ്യൻ്റെ തോർത്തുണ്ടിട്ട് കോരിട്ടത്ത കിട്ടുക. ഇവള് തോട്ടിൽ കണ്ണഞ്ചൂടിനെ പിടിച്ച കാര്യം കടലിൽ മീൻ പിടിച്ചിരിക്കുന്നു. ലുക്കു നാലേ കണ്ണും ചുരയൊക്കെ മാറ്റിക്കോളി. ലുക്ക് കണ്ണടട്ട് ഇറങ്ങിക്കണേ, ലുക്ക് കണ്ണടട്ട് ഇറങ്ങിക്കണേ, വേണമെങ്കിൽ റെഡി ആയി നിന്നോളി. ഇത് എവിടെയോ കണ്ടിക്കണേ ഇമ്മേ. മീൻ പിടിച്ചാൻ വന്നുകാണ്ട് മീൻ പിടുത്തം നടക്കണില്ല. ചക്കപ്പൊരിയും പൂളപ്പൊരിയും ഒക്കെ നല്ല തീറ്റ. അങ്ങനെ നടക്കട്ടെ. എനിക്ക് റേഞ്ച് ഉണ്ട്. ഈ കാര്യത്തിലാ ഹോട്ട്സ്പോട്ട് തരുമോ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. ഒരു 1 തരുമോ? പൊട്ടാറ്റോ come on. Not potato, tapioca. Tapioca? മസൻകാക്ക് കൊടുക്കും. അയ്യ നൈസാടാ, ചിപ്സ് നൈസാ. ഡീപ് സ്പെഷ്യൽ ആണോ? കോഴിക്കോട്. അത് കോഴിക്കോട് തന്നെ നൈസാണ്, കൊള്ളാം. മീൻ കിട്ടുമോ നോക്കട്ടെ. പെരിയോനെ റഹ്മാനെ. സ്ക്രീൻ ബണ്ണ് അതുപോലത്തെ സ്വീറ്റ് പൊറോട്ട, മധുരമുള്ള പൊറോട്ട. കഴിക്ക് കഴിക്ക്. കഴിക്ക്.
സ്വീറ്റ് പൊറോട്ട യു വാണ്ട് അത് വാട്ടം പൊടി ഉണ്ടല്ലോ എന്നിട്ട് മൂത്ത് അത് വേണ്ട മീൻ കിട്ടിയിട്ടില്ലേ കുഴപ്പമില്ല തിന്നാൻ തീരുന്ന പറഞ്ഞു അത് വേണമെങ്കിൽ വേണം ലജ്ജ എന്താ നോക്കിക്കണേ ഇത് ഇതിൻ്റെ ഇടയിൽ വലിയ പുടുത്തക്കാരനെ എങ്ങാണ്ട് എൻ്റെ പുടുത്തം കഴിഞ്ഞോ ഞാൻ ഉറങ്ങട്ടെ കേട്ടോ. എൻ്റെ ചരിത്രത്തിൽ എത്ര മീൻ പിടിച്ചോണേ ചെയ്യും എൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ചെയ്താണെങ്കിൽ ഇജ്ജ് പിടിച്ച മീനിൻ്റെ എണ്ണം എങ്ങനെ കൊടുക്കും പറയും ഒരു കണ്ണാ ചൂട്ടിനെങ്കിലും പിടിച്ചിക്കണേ ചേച്ചി ഇജ്ജ് ഫുള്ള് കുടിച്ചണോ കുടിച്ചണോ പൊളി ഇതിങ്ങനെ ചില ആൾക്കാർ ഓ മറ്റേ മീൻ പിടിച്ചാൽ വന്ന് ഈ ആഴ്ചയിൽ കടന്നുറങ്ങണ മാതിരി പിന്നെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെയാ എന്തൊക്കെ എപ്പോഴൊക്കെ തിന്നാൻ കൊണ്ടൊക്കെ തിന്നാം അത്രേ ഉള്ളൂ മീനൊക്കെ പറഞ്ഞാൽ കിട്ടുമ്പോൾ കിട്ടും തീറ്റ അങ്ങനെയല്ല കിട്ടുമ്പോൾ തിന്നുക അത്രേ ഉള്ളൂ ഫുള്ള് ഭക്ഷണം കഴിക്കുക അപ്പോഴും തിന്നുക അത്രേ ഉള്ളൂ മരിച്ചണ വരെ തിന്നണം വലിച്ചുണ്ടെങ്കിൽ ഞാൻ പതുക്കെ ഇരിക്കട്ടോ കിളിയ മീൻ പിടിച്ച വന്നിട്ട് ആകെ ഒമറ്റിക്കണേ ആകെ അങ്ങോട്ട് ഒമറ്റിക്കണേ എങ്ങനെയും ഉറങ്ങാന്ന് ചോദിച്ചിട്ടുണ്ട് ഉറങ്ങിണ്ടാവും അത്രേ ഉള്ളൂ ആ ബോട്ടുണ്ടല്ലോ കുടിച്ച് കയറാം ഗ്ലാസ് ഇല്ല മറ്റേ സ്നോർക്ലിംഗ് ഇല്ലേ ഓ സീൻ മുത്ത എടുത്താൽ മതി നല്ല രസം എനിക്ക് കാരണം അതേപോലെ പൊങ്ങി കിടക്കും ചാവൂല മറ്റേ കാണാം എങ്ങനെ തല നോക്കിയൊക്കെ അപ്പൊ ജെയ്സൺ 99 ആദ്യം തന്നെ ആദ്യം തന്നെ ബോട്ടിൻ്റെ അറ്റത്തെ കമ്പുമൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ച് പോയിക്കണ് കപ്പിത്താന ഓളാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇവിടെ മീൻ പിടുത്തക്കാർ ഇവിടെ വീഡിയോ കൊണ്ട് ഞാനിങ്ങനെ ഓളെ വെക്കിൽ ജാക്ക് റോസ് ഒന്നുമില്ല വണ്ടിക്കാ ചോർന്ന് നെജിമ പേടിച്ചു നെജിമ ബേക്കിൽ നിന്ന് പേടിച്ചു ഇസ്ക ഇനി എങ്ങനെ പോരുക അങ്ങോട്ട് ഇനി എങ്ങനെ ഇങ്ങോട്ട് പോരുക മൂഞ്ചുട്ടോ കൈയിട്ടാ മൂഞ്ചുട്ടോ കൈ വിടണ്ടേ വാ ചെല്ലി പോയി വലിച്ചേ ഈ ഡിസ്ക് വരുന്നുണ്ട് റോക്കി ബായി ജെയ്സൺ 99 മുന്നിൽ നിന്ന് മാറി ഇപ്പോൾ ബേക്ക് കൂടി വരുന്നുണ്ട് മീൻ കിട്ടിയെന്ന് പറഞ്ഞാണ്ട് എനിക്ക് ഉസുറും പുളി ഉണ്ടോ വെറുതെ ഒരാൾ പിടിച്ച മീനിനെ വലിച്ചേറ്റാൻ വരാം നെജ്മ വന്നപ്പോൾ മീനിന് മൂടുപോയി മീൻ പറഞ്ഞാൽ ഐബളാണെങ്കിൽ ഇന്നെ വലിച്ചേറ്റണ്ട സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മീനാണ് നെജ്മ അനക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തപ്പോൾ മീനിൻ്റെ വൈക്ക് പോയി അല്ലെങ്കിൽ ഇന്ന് വേണ്ട പിന്നെ വേണം അനക്ക് സ്റ്റാൻഡേർഡ് ഇല്ല മീൻ അത് എടുത്തി അവിടെ ഇരുന്നോ അടങ്ങിയിരുന്നോ ലുക്കു എന്ത് പറ്റിയടാ ലുക്ക് വലിച്ചു കയറ്റുന്നുണ്ടേ ഞാൻ മീനാണ് എഴുതി വന്ന് നോക്കിയത് അപ്പൊ കല്ലുമേ കൊക്ക കുടുങ്ങിയാണ് എങ്ങനെയെങ്കിലും കൊക്ക പൊട്ടിച്ച് അതെടുക്കാൻ കിട്ടുമോക്കണേ അത് ശരി മീൻ എന്നെ ട്രാപ്പാക്കിയാ രസട്ടോ ഇവിടുന്ന് വ്യൂ
നെജിമൊക്കെ പകുതി ഉറക്കത്തില്ല. ഉറങ്ങാൻ വന്ന കടൽക്ക് സാറേ ഉറങ്ങാൻ വന്ന വലിച്ചു അതാ മീനിന്റെ ഒപ്പം അങ്ങോട്ട് പോയല്ലേ. നെജിമ മീനിനെ വലിച്ചേറ്റണം കേട്ടോ. എനിക്കിതൊന്നും കാണാനാവൂലേ. വലിച്ച് ഡിസ്ക് നെജിമ വലിച്ച് റോളാക്കി കൊടുത്താ നെജിമക്ക് വെച്ചട്ടോ വലിച്ചേറ്റാം. ഡിസ്ക് വലിച്ചെടുക്ക് ആനോടെ ബുക്കല്ലേ ലുക്കോ. എവിടെയാണ് ഈർപ്പൻ്റെ ബാക്കി? ആ മീപ്പ് വരും ഇതാന്നോ? ഏതാന്ന് എടാ അത് കുടുങ്ങിയല്ലോ. ആ നല്ല ചൊറുക്കുള്ള മീന്. സൂപ്പർ സാധനം കിട്ടി മീനിനെ കിട്ടി. ഞാൻ പിടിച്ചതാ വണ്ടിയല്ല. ഇതുവരെ ഇവിടെ ഉറങ്ങി കുത്തിരിക്കേനി. എന്തോ ഒരു ചൊറുക്കള പോടി വന്നു. എന്തോ ഒരു ചൊറുക്കള മീന്. അടിപൊളി മീന്. ബ്യൂട്ടി മുത്ത. അങ്ങനെ ഞങ്ങളെ മത്തിക്കരയായ മുത്ത്. ഇതേത് മീന്? ഇക്ക മീനിന്റെ പേര് വെച്ചനാ പ്രോ. ലുക്ക് എന്തോ ഒരു ചൊറുക്ക്. ഇല്ലല്ല ഞാൻ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മീൻ. ഇത് ഫുള്ള് മുള്ളാട്ടോ. നല്ല ചൊറുക്ക്. ഉറങ്ങി നിന്ന നെജിമക്ക് ഒരു മീനിനെ കിട്ടി. അത് മൂട് പെടക്കുന്ന മീൻ. അത് ഇതിമന്ന് എടുക്കണ്ട. അതിനാ ഞാൻ എടുക്കാം. അത് പിടിച്ചാ വീഡിയോ എടുക്ക്. ഞാൻ എടുക്കും. ഓ നല്ല ഉള്ളു കയറി മുത്ത. നോക്കി വെട്ടി ഇങ്ങനെ വെട്ടിയേക്കണ മീന്. കാണണ്ടോ? ഫുള്ള് ഇനി കാണണ്ടോ? ഇതിന്റെ പല്ലോക്ക് നോക്കി ചെറിയ പല്ലുകൾ കാണുന്നുണ്ടോ? സീൻട്ടോ ഇവിടേക്ക് എത്തിക്ക്. അപ്പൊ തല അതാക്കോ? അല്ലാതെ പറ്റൂല. അതൊക്കെ എവിടെ കിടക്കും നോക്കി. വലിച്ചു നോക്കി. വിഴുങ്ങി വിട്ട് അങ്ങനെ ആശ അങ്ങോട്ട് കാട്ടി കൊടുക്കേ. ചെത്ത് കാട്ടണേ. ഞാൻ കജ്ജയിക്കോള് ആക്കണേ. ഉള്ളു ചെകിള ഒളിച്ചിട്ട് അത് കാണേ. ഇതൊന്ന് സൂം ചെയ്ത് കാട്ടി കൊടുത്താ ആക്കണ മീൻ. അയ്യോ ഇതാണ് മീന്. പാവം. വെള്ളം കുടി. വെള്ളം കുടിച്ചോ. എന്നിട്ടൊക്കെ കൂടുതൽ വെള്ളം എടുക്കാൻ നോക്കണം. ഓ ഇത് മീനാണ് മുത്തേ. കടലില് മീൻ പിടിച്ചാൽ വന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കിഷ്ടപ്പെട്ടു അതിന്റെ ഷേപ്പ്. ചൊറുക്ക് ബ്യൂട്ടി. ഒരു ഉമ്മടുത്താലോ? മര്യാദക്ക് പിടിച്ചേ. ആൾക്കാർക്ക് മീനിനെ കാട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും നാട്ടിൽ കിട്ടൂല കേട്ടോ. പൈസ കൊടുത്താൽ കിട്ടാത്ത മീനാ. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മീനാണ്. ഇജ്ജ് കണ്ടിക്കണോ? ഇജ്ജ് തിന്നല കോഴി തന്നെ മീനാണ് തിന്നല തുടങ്ങി. എന്നോടാ ഞാൻ ചോദിച്ചേ. കോഴി തന്നെ തിന്നൂല. എന്താ ചൊറുക്ക് മീന്. അടിപൊളി മീൻ കേട്ടോ. നല്ല ചെറുപ്പ്. സൂപ്പർ മീന്. അപ്പൊ ഗായ്സ് മീൻ ഇങ്ങനെ പൊരിച്ചു കൊടുത്താല് ഓളിങ്ങനെ തിന്നോളും. ഞാൻ വലിച്ചേച്ചാന്നൊക്കെ പറഞ്ഞു. മീൻ കരയ്ക്ക് എത്തിയപ്പോ നല്ല സൈസുള്ളൊരു മീനാട്ടോ. മീൻ്റെ സൈസ് കാട്ടി കൊടുക്കട്ടെ. ഞാൻ എത്ര ഉണ്ട് കാണിച്ചു കൊടുക്കണ്ടേ? അതെൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചാ എത്ര ഉണ്ട് മീൻ്റെ സൈസ് കണ്ടോ? എന്നാ പോകല്ലേ എന്നാ
മറ്റൊരു മീനിനെ കിട്ടിയ പാർക്കാം. എനിക്കൊക്കെ ഇഷ്ടമാണ്. എനക്ക് എന്ത് ഈ പെൺകുട്ടികൾക്ക് മീൻ പിടുത്തം അതൊരു സംഭവമാണ്. പെൺകുട്ടികൾക്ക് ഈ മീൻ പിടുത്തത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിനൊക്കെ ആൺകുട്ടികളെ ഹണ്ടിങ്ങും മീൻ പിടുത്തം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. അത് നിങ്ങളെ കെമിസ്ട്രി അല്ല, ഞങ്ങളെ കെമിസ്ട്രിയാ. യെസ്, നീ നോക്കട്ടെ അടുത്ത് പിടിച്ച കൊത്തുണ്ടോ? ഉണ്ടോ? ആ എന്നാ കുഴപ്പമില്ല, നീ കൊത്തട്ടെ. ജീവന് വേണ്ടിയുള്ള അവസാന ഘട്ട പിടച്ചിലാണ് പാവം. അത് ചിറകിട്ടടിക്കണം. നോക്കി ബോട്ടിലുണ്ടതിനെ കുറച്ച് വെള്ളം അത് തൊട്ടപ്പതാവും കാല്. ഓ പാവം. വൈറ്റ് സ്നൈപ്പറോ അങ്ങനെന്താ പേര് പറഞ്ഞേ. നെജ്മ ആകെ അൽക്കുൽ കഴിക്കണം കേട്ടോ, ഛർദ്ദിച്ചാൻ കഴിക്കണേ. ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ പ്രശ്നമാണ്. അതായത് ഇതെന്താണ് എരക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞു മീനെ കയറ്റി. അത് പൊളി. എന്താ ഭംഗി മീനൊക്കെ കാണാന്. ഓ ഇതൊക്കെ പാമ്പിനെ പോലെ. ഇത് ഷേപ്പൊക്കെ പേടിയോടെ അതിനെ കണ്ടിട്ട്. ബ്രാലില്ലേ കുളത്ത് കിട്ടണേ. ആദ്യമായിട്ടാണ് ജീവല്ല ഒരു മീൻ ഇറക്കണതാണ്. ഞമ്മക്കൊക്കെ ഐസിട്ട ചീഞ്ഞ മീനെ കിട്ടല്. അത് ചോരൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. നല്ല ഫ്രഷ് ചോര. ഏരാക്കാൻ പറ്റിയ നല്ല മീൻ. പൊട്ടിച്ചോ? ഓയ് ഇക്കുവിൻ്റെ ക്ലാസ് കഴിഞ്ഞ 24 വർഷത്തിൻ്റെ ഇടയ്ക്ക് 4 കണ്ണൻചൂട്ടി 3 പെരല്. അതാണ് അവൻ്റെ റെക്കോർഡ്. എന്നിട്ട് അവൻ്റെ ക്ലാസ്. അതെ, എൻ്റെ പക്കോട്ട് ഏറാണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണ പരിപാടി അറിയില്ല. ഇവന്റെ ശരിയാവലില്ല, ഇവന്റെ ലുക്കിന്റെ ശരിയാവലില്ല. ലുക്കും ഉണ്ടാകുന്നു. ഐഡിയ മനസ്സിലായി. ഊക്ക് വരുമ്പോ ഉണ്ടാകുന്നാ മതി എന്നില്ല മനസ്സിലായി. അപ്പൊ വേഗം നിർത്തും. ഇവിടെ വിചാരത്തിന് ഇട്ടാണ് അപ്പൊ തന്നെ അത് കറക്റ്റാമായിന്നാ ബുഡിന്നൊക്കെ. ആ ലൂസാക്കണ്ടത്. ഇത് ഇങ്ങനെ കടല വറുക്കണ വരെ ഇങ്ങനെ കാട്ടിയിട്ട് കാര്യമില്ല. മീൻ കൊത്തണോ കിട്ടുമ്പോ പറയട്ടാ. ഈ അടിക്ക് കാണുന്ന നല്ല രസമായിട്ട് കാണുന്നല്ലേ വെള്ളത്തിന്റെ അടിക്ക്. തെളിച്ചല്ലേ വെള്ളം. നല്ല ഇവിടെ കണ്ണാറുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഇവിടെ വെള്ളം ഇറക്കിയാലോ. ഇവിടെ നാച്ചുറൽ സ്നോർക്ലിംഗ് ഇവിടെ നല്ല കാണാണ്ട്. പക്ഷെ എടുത്താ ചെയ്യുന്നു മീൻ ഉണ്ടാക്കണേ. ആ അതാ മീനുകള്. ഇതൊക്കെ മീനുകളാണ്. ഈ മഞ്ഞാണ് അല്ലേ? ആ കല്ലാണോ? ഇങ്ങനെ പറ്റിച്ചാ നോക്കിയാ. പക്ഷേ തന്നെ ഫുൾ ടീമേ ഈ വരിക്കണിരുന്നിക്കണേ. ബോട്ട് ഇങ്ങനെ ഒരു സൈഡിക്ക് ഇങ്ങനെ നിക്കണം. സുബാനെ ഞാൻ കെട്ടിക്കട്ടെ. അല്ല അങ്ങോട്ട് ഒരു ഇത്തിരി വെള്ളം കയറി പണി. ഇങ്ങോട്ട് നീച്ചാ ഒരാളിങ്ങോട്ട് കയറി. ഒറ്റങ്ങനെക്കണേ അങ്ങനെക്കണേ. കുറച്ചൊക്കെ പേടിണ്ടായിക്കോട്ടെ. ഗൈസ് അടുത്ത മീൻ കൊത്തിയിട്ടുണ്ട്. അടുത്ത മീൻ കൊത്തി വരുന്നു. കുഞ്ഞു മീൻ. മറ്റേ ചെറുതല്ലേ? ഇത് ചത്തപ്പോ അതിന്റെ പുള്ളി പോയടാ. അതിന്റെ നല്ല ഭംഗിയുണ്ട് ഈ സാധനം. ഇങ്ങനെ ഭംഗിയുണ്ടായിരുന്ന സാധനം. ജിനോ മീന് അതിന്റെ ചെറുത്, മറ്റേ ചെറുത്. മീനെന്നോ മീന് അപ്പൊ ആക്കൊരു കൂട്ടായി ഇതാക്കണേ. മറ്റേ ചെറുത് ഇതേ പുള്ളി ഉണ്ടായിരുന്നു ഈ സാധനത്തിനും. പക്ഷെ ഇത് ചത്തപ്പോ അതിന്റെ മങ്ങിപ്പോയി.
ആയിക്കോട്ടെ ഇതിനെ ഞാൻ ആയിക്കോട്ടെ ഇതൊന്ന് പിടിക്കോ ഞാൻ അതായിക്കോട്ടെ കുളത്ത് ഊര കൈ നോക്കണേ. നോക്കാം നോക്കാം പൊട്ടിയല്ലോ ടൈറ്റാണ് കേട്ടോ സാധനം അടുത്ത മീനോ ഓ ഇപ്പൊ തന്നെ എൻ്റെ മുഖത്തേക്ക് വന്നിരുന്ന സാധനം ഇങ്ങനെ തെറിച്ച് അടുത്ത മീനാ അടുത്ത മീൻ നമ്മളിഞ്ഞ് വലിച്ചു കയറ്റാന്ന് ഇനി ഫുള്ള് ആ അതെ 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 ഇവിടെ കണ്ട് യെസ് അതേ സാധനം സെയിം സാധനം അടുത്തത് ആയി വാ നിങ്ങളെല്ലാരും അടങ്ങിയപ്പോ മീൻ കിട്ടൽ തുടങ്ങി നിങ്ങളതിന് ഇതിന്റെ ശാപം അതെ ജയിക്കൂലേ ജയിക്ക് സെയിം സാധനം ഇപ്പൊ ഒരു മീഡിയം സൈസ് വള്ളത്തിൽ നിന്ന് കുറച്ച് മാറ്റി കുടിച്ചോളാം മറ്റേ ഒരു അതിന് ആ പിടക്കാനുള്ള ടെൻഡൻസി കൂടും പിടിച്ചോട്ടോ വില പിടിച്ചോണ്ടി കുറച്ച് ഇതില് നൈസ് ബോയ് കുറച്ച് വില ഉണ്ട് സംഗതി ആ കുളത്ത് പോരാ ഞാൻ കുറച്ച് ടൈം എടുത്ത് നമ്മൾ കരുതുന്ന പോലെ എത്ര ഈസി ആയിട്ട് ഇറങ്ങിപ്പോരില്ല കിട്ടിയോ ആ കുളത്ത് കുറച്ച് ടാസ്ക്കാണ് കുളത്ത് ആ കുളത്ത് ഊരി പോന്നാല് സുഖമായിട്ട് കിട്ടും കടയിൽ നോക്കിക്കൊണ്ട് കേട്ടോ കണിഞ്ഞ് ശ്രമിക്കണം രണ്ടാൾക്കാർ അല്ലെങ്കിൽ തൊള്ളൊക്കെ പാടെ വലിച്ച് കീറേണ്ടി വരും യെസ് ഗുഡ് ബോയ് കടയിൽ നോക്കിക്കാം വള്ളത്തിൽ കയറിയ ആൾ പേടിയും നമുക്ക് 3 മീനായി ആ എല്ലാത്തിനും ഇപ്പുറത്ത് കാക്കാം ചെറിയ പ്രായല്ലേ ഇതേ ലുക്ക് ഉണ്ടെന്ന സാധനം ഇത് പക്ഷേ ഇത് ചത്തപ്പോൾ കളർ മാറിപ്പോയി 3 മീനായി സെറ്റ് കീപ്പ് അപ്പ് ദ പ്രോഗ്രസ് കാറ്റ് പെരും കാറ്റാണേ ചുറ്റുഭാഗം കടൽ മാത്രം കടലാൽ ചുറ്റപ്പെട്ട കടൽ ഇവളേ ഇത്രയും നേരം കടന്നുറങ്ങിയിട്ടോ ഇവിടെ ചാത്ത ഉറങ്ങിയനി ഇപ്പൊ നീച്ചിക്കണേ എന്നിട്ട് നീച്ചോണ്ട് അപ്പൊ തന്നെ വായക്കപ്പേരിന്റെ പാക്കറ്റുകൾ പൊട്ടിച്ച് തിന്നാനായിട്ട് കടലിൽ വന്നിക്ക തിന്നാനായിട്ട് ഒരു മനസ്സത്തി എത്തത് ആ എന്തൊക്കെയാ ഇപ്പൊ തിന്നേ വന്നിട്ട് എന്താ കാട്ടിയെന്നൊന്നും ചോദിച്ചാൽ അവർക്ക് അറിയണ്ടല്ലോ വന്നിട്ട് എന്തൊക്കെയാ തിന്ന് വെച്ചാല് മറ്റേ പൂള പൊരി പിന്നെ ഡാർക്ക് ഫാന്റസി പിന്നെ വായക്കപ്പൊരി തീറ്റക്ക് ഒരു കമ്മിയില്ല ഡിസ്കാ അങ്ങനെ തിന്നു തീർക്കണ്ട ലുക്ക് സാഹസികമായി വെള്ളത്തിൽ ചാടീന് അത് നമ്മൾ ലൈവിൽ എടുത്തേണ് വ്ളോഗിൽ ഇനി കിട്ടാൻ സാധ്യതയില്ല അത് നമ്മൾ ലൈവിൽ എടുത്തേക്കണ് കടലിൽ ചാടിക്ക് വിളിച്ചു പോന്നു ലുക്ക് നമ്മൾ തിരിഞ്ഞു പോയോണ്ട് കേട്ടോ പോയോക്കട്ടെ ഏതായാലും അപ്പം നമ്മൾ മീൻപിടുത്തം കഴിഞ്ഞിറങ്ങി ഇനി ദ്വീപിൻ്റെ സ്പെഷ്യൽ മീര കുടിക്കാൻ പോണ് മീര കുടിക്കട്ടെ തെങ്ങുന്ന ഇറക്കിയ സാധനമാണ് മീര ഇത് ആൽക്കോളൊന്നും ഇല്ലാത്ത സാധനം കേട്ടോ കള്ളു ഇതൊന്നല്ല വേറൊരു പ്രത്യേകത ഉണ്ട് ദ്വീപിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ദ്വീപിൽ കള്ള് കിട്ടൂലല്ലോ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ലല്ലോ ആൽക്കോളൊന്നുമില്ല ആ ഡ്രൈ ഐലൻഡ് ഓക്കെ ഡ്രൈ ഐലൻഡ് ആണിത് അപ്പൊ ഏതായാലും ഇത് കുടിച്ചു ആദ്യം കുടിച്ചോട്ടെ ഇത് തെങ്ങ് എന്താ അത് കുടിച്ചാ ആദ്യം കുടിച്ചോ ആദ്യം ലുക്ക് കുടിച്ചോട്ടെ തേങ്ങ വെള്ളം കുടിച്ചൂലേ എങ്ങനെയുണ്ട് എന്റെ ഇത് പറയും അഭിപ്രായം പറയും ഇഷ്ടപ്പെട്ടോ ഞാൻ കുടിച്ചോട്ടെ എന്ന് കുടിച്ചാ ആദ്യം
അസുഖത്ത് പിന്നെ കഷായം കളിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. അതായത് തേങ്ങ വെള്ളത്തിനെ കാർബണേറ്റഡ് ആക്കിയിട്ട് അതിക്ക് കുറച്ച് പുളിപ്പും കൂടി ആഡ് ചെയ്ത്. പക്ഷെ ഞാൻ ഇത് ടേസ്റ്റിലൊക്കെ സാധനം കുടിച്ചു. ഇളഞ്ഞ് സോഡാക്കി തരുമല്ലോ കാർബോഹൈഡ്രേറ്റ്. നമുക്ക് കടന്നു ഇളഞ്ഞിന്റെ കാർബോഹൈഡ്രേറ്റ് ആക്കി തരും. ഞാൻ കുറച്ച് നാട്ടിലുള്ള മുറിച്ചു. നല്ല രസമായിട്ട് സാധനം. നല്ല രസമല്ല ഡ്രിങ്ക്. എനർജി കിട്ടും. കുടിച്ചോ? ധൈര്യമായിട്ട് കുടിച്ചോ, ഒരു കുഴപ്പമില്ല. നാച്ചുറൽ സാധനമാണ്. ധൈര്യം കുടിച്ചോ. അടിപൊളി സാധനം. ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും. അത് കുറച്ചും കൂടെ ഇറക്കി കഴിയുമ്പോൾ രസമാണ്. രസല്ലേ? ഇഷ്ടപ്പെടും. റൗണ്ട് പോയാൽ ചിലപ്പോൾ കിട്ടൂല. ഞാൻ ഒരു ഒരു സിപ്പിൽ നിർത്തൂല. നല്ല രസം കിട്ടും സംഗതി. ആ സ്മെല്ല് അങ്ങനെ ഉണ്ടോ? കുടിച്ചോ? അഭിപ്രായം മാറി. ഇഷ്ടപ്പെട്ടില്ലേ? ഇറക്ക് ഇപ്പോഴും പറ്റില്ല. അന്തം മുട്ട ലിച്ചി ഒക്കെ വെച്ചിരിക്കണം. എന്നിട്ട് ഇത് വെച്ചിരിക്കും. ലാസ്റ്റ് എന്തോ നല്ല പരിചയമുള്ള എന്തിന്റെ ഒരു ടേസ്റ്റ്. ചക്കപ്പായം തിന്നിട്ടാ ജസ്റ്റ് ഒരു ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ. അതൊന്നുമല്ല. ഈ ചക്കപ്പായാണോ? എന്തോ ഒരു പരിചയം. ഇതിക്ക് വേറെ ഒന്നും മിക്സ് ചെയ്യില്ല. ഇല്ലല്ലോ. തെങ്ങുമെന്ന് ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഇതങ്ങുണ്ടാവും. കൂമ്പ് കെട്ടിട്ടാ. പക്ഷെ ഇതങ്ങനെ കളിക്കൊന്നുമില്ല. ജസ്റ്റ് അവരെന്ത് ചെയ്യും, ആരും എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്യും, അതിന്റെ ഉള്ളില് ഉറുമ്പിനിടും. ഉള്ളില് അരിച്ചെടുക്കും. സംഗതി അതെല്ലാം അടിപൊളി. നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതും ദീപത്തെ ഒരു സ്പെഷ്യൽ ഇതൊരു ദീപത്തെ സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ ഇതും കൂടി നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ അടുത്ത എന്തെങ്കിലും കിട്ടുമോ? ഓ ആ കയറ് ഒരു ഇത് കണ്ടു ഞാന്. യെസ് യെസ്. ഓ അതിമെന്നാണ് എടുക്കണേ. നമ്മളെ തെങ്ങിന്റെ കൊല. അതെ അതെ. ആ അയക്ക് ഉച്ചിട്ട് ഇങ്ങനെ ചാടും അല്ലേ? ഇത് സംഭവേ. ഓ അടിപൊളി. ഇത് സംഗതി തന്നെ. തേങ്ങകളല്ലേ? അതിക്ക് റെഡി ആയി വരുന്നേ. പൂക്കല ചെത്തിട്ട് അയിമെന്ന് ഇങ്ങനെ കളക്ട് ചെയ്യും. കണ്ടോ നജ്മ? ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഇല്ല. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ പ്രശ്നമാണോ അതോ മീരന്റെ പ്രശ്നമാണോ? മീരന്റെ പ്രശ്നമാണോ? അതെ, കൊള്ളാം കൊള്ളാം. നൈസ് നൈസ്. ബീച്ച് വൈബിന് കിരാഞ്ചി സെക്കൻഡ് റൗണ്ട് ഇത് നൈസായിട്ടാ. ശർക്കര ഇട്ട കാരണം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എടുക്കുന്നു, ഈ പഴം എടുക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മീൻപിടുത്തവും വൈകുന്നേരത്തെ സൊറ കുറച്ചിലും രാത്രിക്കത്തെ ചാടിച്ചിൻ്റെ ഇഷ്ടവും എല്ലാം കഴിഞ്ഞാണ്ട് ഇപ്പോൾ അഗെയിൻ റൂമിലെത്തി. അങ്ങനെ നമ്മൾ അകത്തിയിൽ 3 ദിവസം സ്പെൻഡ് ചെയ്ത് ഇന്ന് 3 ദിവസത്തിന് എൻഡിങ് ആണ്. ഫിഷിങ്ങിനൊക്കെ പോയി എല്ലാം ഉഷാറായി കഴിഞ്ഞു. നാളെ രാവിലെ നമ്മൾ ലക്ഷദ്വീപിനോട് വിട പറയാണ്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ നമ്മൾ ഫ്ലൈറ്റാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസും ഒരുപാട് നല്ല മുഖങ്ങൾ, നല്ല മനുഷ്യർ, നല്ല ഭക്ഷണം, നല്ല കാലാവസ്ഥ, നല്ലൊരു നാട്, ഇതൊക്കെ കണ്ടിട്ട് മനസ്സ് നിറഞ്ഞാലാണ് നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് യാത്ര പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപിലേക്ക് വരണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ടീമിനെ കണക്ട് ചെയ്തോളി. നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് അവർ. ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒക്കെ അടിപൊളിയാണ്. എന്തായാലും ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ്സാക്കരുത്. എന്തായാലും ലക്ഷദ്വീപ് വന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളെ നാട് പോലെയല്ല, നല്ല മനുഷ്യരാണ്, പച്ചയായ പാവപ്പെട്ട മനുഷ്യരാണ്, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവരോടും ബൈ ബൈ. ഓക്കെ.